ചിന്തിക്കാതെ സംസാരിക്കുന്നത് ലക്ഷ്യമില്ലാത്ത അമ്പ് തൊടുത്തുന്നതിന് തുല്യമാണ്. പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ആപത്തും സംഭവിക്കാം. ഏത് പ്രവൃത്തിയിലും ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ലാഭവും സന്തോഷവുമെല്ലാം അതിനോടൊപ്പം വന്നു ചേരും. നാം നമ്മുടെ കർമ്മങ്ങളെ നിർണയിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളും നമ്മെ നിർണയിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങൾ പരാജയപ്പെട്ടോ എന്നതല്ല, പരാജയത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നതാണ് വലിയ ചോദ്യം. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനു പകരം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതിലേക്ക് നിങ്ങളുടെ ഊർജം മാറ്റുക. കഠിനാധ്വാനത്തിന്റെ ഫലവും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വൈകിയേക്കാം, പക്ഷെ അത് തീർച്ചയായും ലഭിക്കും. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ഒരു കത്തുന്ന തീ വിറകിനെ ചാരമാക്കുന്നത് പോലെ അറിവിന്റെ അഗ്നി എല്ലാ മോശം പ്രവർത്തനങ്ങളെയും ചാരമാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മോശ സാധ്യതകളെയും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാൽ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. നിങ്ങളുടെ അമ്മയെ പോലെ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ആരും ഇനി ഒരിക്കലും സ്നേഹിക്കുകയുമില്ല. സ്വയം വിലമതിക്കാൻ പഠിക്കുക. അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിനായി പോരാടുക എന്നാണ്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. മിക്ക പഠനങ്ങളും പറയുന്നത് വലിയ മൂക്കും ചെറിയ കണ്ണുകളുമുള്ള പുരുഷന്മാർ പൊതുവെ ഹ്രസ്വകാല ബന്ധങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. കളിയാക്കലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. വരുന്ന പാഴ്വാക്കുകളാക്കി തള്ളിക്കളയുക. ഏതു സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെ ആയാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ അതൊരിക്കലും ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്.
നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ. പഠിച്ചതെല്ലാം ഓർത്തുവെക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാകും. അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ ആരോഗ്യകരമായി മത്സരിക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിച്ചു എന്നതിന്റെ ഫലമാണ് വിജയം. സ്ത്രീകൾ അവർക്ക് ആകർഷണം തോന്നുന്ന പുരുഷനെ നോക്കി ചിരിക്കുന്നു. എന്നാൽ പുരുഷന്മാർ തങ്ങളെ നോക്കി ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടായി തോന്നുന്നുവെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ വെളിച്ചം. തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്ന് ചൂടേൽക്കുമ്പോഴാണ് പല കിളികളും കൂടുമാറുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ ബഹുമാനിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവില്ല. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്, അറിവില്ലായ്മയുടെ തുടക്കം. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നതിൽ ശക്തരായിരിക്കുക. ഇപ്പോൾ കൊടുങ്കാറ്റായിരിക്കാം, പക്ഷെ ഒരിക്കലും എന്നേക്കുമായി ഇത് നിലനിൽക്കില്ല. മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ആരോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ. നുണയാനുള്ള ശിക്ഷ ആരും അയാളെ വിശ്വസിക്കില്ല എന്നത് മാത്രമല്ല, അയാൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നതുകൂടെയാണ്. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ, അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ പക്കലുള്ളതിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ധാരാളം ആളുകൾക്ക് ഒന്നുമില്ല എന്ന വസ്തുത തിരിച്ചറിയുക. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. ആഗ്രഹിക്കാം, പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷെ അവർ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു, എന്നാൽ ചെവിയിലെത്തിയ വിഷം നിരവധി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയില്ലെന്ന് നടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവർക്ക് മുന്നിൽ മൗനമാണ് നല്ലത്. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിയും കണ്ണുനീരിന്റെയും പിന്നിലെ കാരണം അവരല്ല എന്ന് തെളിയിക്കുക എന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.